ഹലോ, ഒരു കഥ പറഞ്ഞാലോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്ക്വിഡ് ഗെയിംസിന്റെ എപ്പിസോഡ് നമ്പർ 2 ആയിട്ടാണ്. സീസൺ 1ന്റെ എപ്പിസോഡ് നമ്പർ 2. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഒരു തീയാണ്, അതായത് ഒരു ബോക്സിനകത്ത് തീ കത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ഗെയിമില്ലേ, റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ്, ഇതിൽ കുറെ അധികം ആൾക്കാർ മരിച്ചിരുന്നല്ലോ. അവരെ ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അവരെ നല്ലൊരു ഭംഗിയുള്ള ശവപ്പെട്ടിയിൽ, അതായത് ഈ റിബൺ ഒക്കെ വെച്ച് കെട്ടി ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയുള്ള ഒരു ശവപ്പെട്ടിയിൽ ഈ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഒരു തീയിലോട്ട് ഇട്ട് ദഹിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കാണിക്കുന്നുണ്ട്, ഒരു പെട്ടിന്ന് ഒരാളുടെ കൈ വെളിയിലോട്ട് വരുന്നുണ്ട്. ആൾക്ക് പാതി ജീവൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് കണ്ട എംപ്ലോയി അങ്ങോട്ട് വന്നിട്ട് ആ ഒരു പെട്ടി പെട്ടെന്ന് ആണി അടിച്ച് സീൽ ചെയ്ത് കളയാണ്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സോങ്ങുവിനെയും ജീഹുവിനെയും ഒക്കെയാണ്. അവരെല്ലാരും കൂടി ഒന്ന് കാര്യം പറയുന്നുണ്ട്. കൂടെ അലിയും ഉണ്ട്. ജീഹുൻ സോങ്ങുവിനോട് താങ്ക്സ് പറയുന്നുണ്ട്. നീ കാരണമാണ് ഞാനിപ്പോ ജീവനോട് ഇരിക്കുന്നത്, താങ്ക് യു സോങ്ങു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അലിയോടും പറയുന്നുണ്ട്, നിങ്ങളോടും എനിക്ക് താങ്ക്സ് ഉണ്ട്, നിങ്ങളും ലാസ്റ്റ് എന്നെ രക്ഷിച്ചു, വളരെ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അലി പറയുന്നുണ്ട്, നിങ്ങളിപ്പോ ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് അലി സോങ്ങുവിനോട് തിരിച്ച് മറുപടി പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പെട്ടെന്ന് റെഡ് കോട്ട് ഇട്ട കുറെ ആൾക്കാർ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇവരെ കണ്ടപാടെ ആ ഒരു ഹോളിലുള്ള ആ ഒരു പ്ലേയേഴ്സ് എല്ലാം വല്ലാതെ വിറച്ച് പാനിക് ആയിട്ട് ഇവരിപ്പോ വെടിവെച്ച് അറ്റാക്ക് ചെയ്താലോ എന്നുള്ള ഒരു പേടിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു റെഡ് കോട്ട് ഇട്ട ആള്, പ്രധാനിയായിട്ടുള്ള ആള് സംസാരിക്കുകയാണ്. നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള 256 പേരും എലിമിനേറ്റ് ആയി എന്ന് പറയുന്നുണ്ട്. അതായത് അവർ മരിച്ചുപോയെന്ന്. ഇനി 201 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കരയുന്നുണ്ട് വല്ലാതെ. പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചുരുണ്ടമുടിക്കാരി ഫ്രണ്ടിലോട്ട് വന്നിട്ട്, സാർ ഞാൻ എങ്ങനെയും എന്റെ കടങ്ങൾ വീട്ടിക്കൊള്ളാം, നിങ്ങൾ എന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുക, എനിക്കൊരു കൊച്ചു കുട്ടിയുണ്ട്, അവന് ഞാൻ പേര് പോലും ഇട്ടിട്ടില്ല, അവന്റെ ജനനം ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല, സോറി എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയാൻ തുടങ്ങാണ്. ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ആ ഗ്രൂപ്പിലുള്ള കുറെ പെണ്ണുങ്ങളും കൂടി ഫ്രണ്ട് വന്നിട്ട്, ഞാൻ എങ്ങനെയും കടം വീട്ടിക്കൊള്ളാം, എന്റെ കടം വീട്ടിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ട് കൂടുതൽ ആൾക്കാർ അവരുടെ കാല് പിടിക്കുന്ന പോലെ നിലത്ത് കമന്ന് കിടന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് ഈ റെഡ് കോട്ട് ഇട്ട ആളും പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞങ്ങള് നിങ്ങളുടെ കടങ്ങൾ കളക്ട് ചെയ്യാനോ വേറെ ഒരു ആവശ്യത്തിന് നിങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നും അല്ല, ഇതൊരു ഗെയിമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഒരാൾ മാത്രം ചാടി എണ്ണിട്ട് പറയുന്നുണ്ട്, ഇതാണോ ഗെയിം, എങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത്, ഗെയിം കളിച്ച് തോറ്റവരെ കൊല്ലുവാണോ നിങ്ങൾ ചെയ്യുന്നത്, ആൾക്കാരെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഒരു ഗെയിം ആണോ എന്നൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്രൂപ്പും വല്ലാതെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോട്ട് വരാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് ആ ഒരു റെഡ് കോട്ട് ഇട്ട ആളും ആകാശത്തോട്ട് വെടിവെക്കുന്നുണ്ട്. ആ ഒരു വെടിവെച്ച് കേട്ടപാടെ എല്ലാവരും പേടിച്ച് നിലത്തോട്ട് കിടക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഒരു പ്ലെയർ ഈ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ എലിമിനേറ്റ് ആവും, കളിക്കത്തില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവരും എലിമിനേറ്റ് ആവും എന്നൊക്കെ ഇങ്ങനെ ഓരോ ക്ലോസുകൾ, അതായത് ഇവർ ഒരു കൺസെന്റ് ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തിരുന്നല്ലോ, അതിനകത്തെ ക്ലോസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സോങ് വേണ്ടിട്ടിട്ട് മൂന്നാമത്തെ ക്ലോസ് പറയാണ്, ഇപ്പോൾ പ്ലെയേഴ്സ് എല്ലാം കൂടി ഈ ഒരു ഗെയിം സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഗെയിം ഒരു വോട്ടിങ്ങിലൂടെ തീരുമാനിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു റെഡ് കോട്ട് ഇട്ട ആളും കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതിനു മുന്നേ ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈസ് മണി അനൗൺസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മോളൊരു പിഗി ബാങ്കില്ലേ, അതിലേക്ക് കുറെ പണം വന്ന് വീഴുന്നുണ്ട്. എല്ലാം തന്നെ 50,000ന്റെ വോണാണ് വന്ന് വീഴുന്നത്. അപ്പോ നിങ്ങളിപ്പോ ഈ ഒരു കളി വേണ്ടാന്ന് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മരിച്ച ആൾക്കാരിലോട്ട്, അവരുടെ ഫാമിലിയിലോട്ട് ഈ ഒരു പണം ഡിവൈഡ് ചെയ്ത് പോവും, നിങ്ങൾക്കെല്ലാം വെറും കൈയോടെ ഇവിടുന്ന് മടങ്ങാം എന്ന് ആ ഒരു പ്ലെയർ പറയുന്നുണ്ട്. ഈ പൈസ കണ്ട പാടെ പകുതി ആൾക്കാരുടെ മനസ്സ് പകുതിയൊക്കെ മാറുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ മുന്നിൽ ഒരു ടേബിൾ വെക്കുന്നുണ്ട്. അതിനകത്ത് 2 ബട്ടൺസ് ആണുള്ളത്. ഒന്ന് പച്ച കളറിൽ 0 എന്ന് പറഞ്ഞതും ഒന്ന് റെഡ് കളറിൽ X എന്ന് പറഞ്ഞതും. ചുമന്ന X ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യമില്ല എന്നും, ഗ്രീൻ കളറിലുള്ള 0 ഞെക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളിക്കണമെന്നാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ വോട്ടിംഗ് തുടങ്ങുന്നുണ്ട്. ലാസ്റ്റ് നിന്നാണ് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 456, അതായത് നമ്മുടെ ജിഹുൻ ഫസ്റ്റ് വന്നിട്ട് ആ ഒരു Xലാണ്, അതായത് കളിക്കുന്നില്ല എന്നുള്ളൊരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെ വോട്ടിംഗ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. സോങ്ങും ഗ്രീൻ ബട്ടണിലാണ് ഞെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചുരുണ്ട മുടിക്കാരിയും വരുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ, നമുക്ക് ഇവിടുന്ന് വെള്ളിറങ്ങണ്ടേ, എല്ലാവരും അല്ലെങ്കിൽ മരിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുരുണ്ട മുടിക്കാരിയും പറയുന്നുണ്ട്, നമ്മൾ വെള്ളോട്ട് ഇറങ്ങിയാലും ആൾക്കാർ നമ്മളെ ഓടിച്ചിട്ട് കൊല്ലും, കാരണം വെച്ചാൽ നമുക്ക് അത്രയും കടങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ ചിലവർക്ക് ഈ ഒരു ഗെയിം കളിക്കണം, ചിലവർക്ക് ഈ ഒരു ഗെയിം കളിക്കണ്ടെന്ന്. അങ്ങനെ അവിടെ ഒരു ചെറിയ വഴക്ക് പോലൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് റെഡ് കോട്ട് ഇട്ട ആൾക്കാരിൽ ഒരാൾ ഈ ഒരു വോട്ടിംഗ് തടസ്സപ്പെടുത്തിയാൽ അവർ എലിമിനേറ്റ് ആകും എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് വോട്ടിംഗ് വീണ്ടും തുടങ്ങുകയാണ്. അലിയൊക്കെ പക്ഷേ ഗെയിം കളിക്കേണ്ട എന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെ 200 പേരും വോട്ട് ചെയ്തു. അപ്പോൾ ഗെയിം കളിക്കണം എന്നുള്ളവരും കളിക്കേണ്ട എന്നുള്ളവരുടെ നമ്പർ ഈക്വൽ ആവുകയാണ്. രണ്ട് കൂട്ടരും 100 അതായത് ഗെയിം കളിക്കേണ്ടാത്തവർ 100 പേരുണ്ട്, ഗെയിം കളിക്കേണ്ടവർ 100 പേരുണ്ട്. ലാസ്റ്റിൽ ഇനി ഒരാളും കൂടെ ഉള്ളൂ, അതായത് നമ്പർ 1 ആ ഒരു അപ്പൂപ്പൻ മാത്രമേ ഇനി വോട്ട് ചെയ്യാനുള്ളൂ. ആളുടെ വോട്ടിംഗ് എവിടെയാണോ അവിടെ വെച്ചിട്ട് ഈ ഒരു കളി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ള ഡിസിഷൻ വരും. ആ അപ്പൂപ്പൻ പതിയെ നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വോട്ടിംഗ് മെഷീന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പെട്ടെന്ന് ആ റെഡിൽ തന്നെ ക്ലിക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഒരു റെഡ് കോട്ട് ഇട്ട ആളും അനൗൺസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗെയിം ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വിധത്തിൽ നിങ്ങളോട് ബൈ പറയുന്നതിൽ ഞങ്ങൾക്ക് തന്നെ വിഷമമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുരുണ്ട മുടിക്കാരിയും ഈ ഒരു ഗെയിം കളിക്കണമെന്ന് താല്പര്യമുള്ളവരും മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, അവർ പോകുന്നെങ്കിൽ പോട്ടെ, ഞങ്ങൾ കളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു റെഡ് കോട്ട് ഇട്ട ആളും പറയുന്നുണ്ട്, ഇനിയും നിങ്ങളിൽ മെജോറിറ്റി ആൾക്കാരും ഇത് കളിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം പിന്നെയും റിസ്യൂം ചെയ്യും, പക്ഷെ തൽക്കാലം ഇപ്പോൾ ഇത് ഇവിടെ ടെർമിനേറ്റ് ചെയ്യാണ് എന്ന് പറയുന്നുണ്ട്. അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു കാറ് പോകുന്നുണ്ട്, ഒരു ഒമിനി വാൻ. ആ വാനിനകത്തുനിന്ന് 2 പേര് വെള്ളോട്ട് തള്ളിയിടുന്നുണ്ട്. ആരൊക്കെയാന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി, അതായത് പിക് പോക്കറ്റ് അടിച്ച പെൺകുട്ടിയില്ലേ, പിന്നെ ജീഹുനെ, ഇവർ 2 പേരെയാണ് അങ്ങോട്ട് തെള്ളിയിടുന്നത്. ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് തെള്ളിയിടുന്നത്, അതായത് അണ്ടർഗാർമെന്റ്സ് മാത്രം ഇടിയിച്ചാണ് തെള്ളിയിടുന്നത്. എന്നിട്ട് അവരുടെ ഡ്രസ്സും അവിടെ ഇടുന്നുണ്ട്. കണ്ണും കെട്ടി കൈയും കാലും കെട്ടിയിട്ടാണ് ഇവരെ കൊണ്ട് തള്ളിയിട്ടിട്ട് കാറ് മുന്നോട്ട് പോകുന്നത്. ജീഹുനും അങ്ങനെ വല്ലാതെ അലറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിക് പോക്കറ്ററും പറയുന്നുണ്ട്, മിണ്ടാതിരിക്കെ, എന്റെ കെട്ടൊന്ന് അഴിച്ചതാന്ന് പറഞ്ഞിട്ട് ജീഹുവിന്റെ കണ്ണിലെ കെട്ട് അവൾ എങ്ങനെയൊക്കെയോ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജീഹുൻ അവിടെ കെട്ട് പാ കൊണ്ട് കടിച്ച് മുറിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് അവൾ തന്നെ അവിടെ കാലിലെ കെട്ടഴിച്ച് അവള് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട്, ഇനി എന്റെ ടേൺ ആണ്, എന്നെ ഹെൽപ്പ് ചെയ്യെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കെട്ടഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നീ അപ്പം തന്നെ നിന്റെ പണത്തിനെ പറ്റി ചോദിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട്, ആ ചോദിക്കും, എന്തായാലും ഞാൻ ചോദിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നിന്നെ കെട്ടഴിക്കില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ പോവാണ്. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട്, ഇല്ല വേണ്ട, എന്റെ പണം വേണ്ട, നീ തന്നെ എടുത്തോ അത്, പക്ഷെ എന്നെ കെട്ടഴിച്ച് വിട്, നല്ല തണുപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പെണ്ണും തിരിച്ചു വന്ന് കത്തി കൊണ്ട് അവന്റെ കയ്യിലെ കെട്ടഴിച്ചു കൊടുക്കുന്നുണ്ട്. കയ്യിലെ കെട്ടഴിച്ച പാടെ ഇവൻ എന്നിട്ട് എന്റെ പണം തടി എന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവളും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട്, നിക്കടി അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൾ മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെ ജീഹുൻ അവരുടെ കാലിലെ കെട്ട് ഒഴിച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുന്ന് കിട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് സോങ്ങുവിനെയും അലീനെയാണ്. അവരെ 2 പേരെയും കൂടി ഈ ഒരു വാന് വേറൊരു സ്ഥലത്തായിരുന്നു കൊണ്ടുപോയിട്ടിരുന്നത്. അപ്പോൾ സോങ്ങുവും അലിയും എങ്ങനെയൊക്കെയോ കയ്യിലെ കെട്ടൊക്കെ അയച്ച് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലി ചോദിക്കുന്നുണ്ട്, നമ്മൾ എവിടെയാണ് സാറെന്ന്. അപ്പോൾ സോങ്ങു അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന സ്ഥലത്താണ് നമ്മളെ കൊണ്ടുവിട്ടതെന്ന്. അപ്പോൾ അലി ചോദിക്കുന്നുണ്ട്, സാറിന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോങ്ങുവും അവന്റെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കട്ടേ കാണിക്കുന്നത് സോങ്ങു ഒരു കടയിൽ ചെന്നിട്ട് പവർ ബാങ്ക് ഒക്കെ മേടിക്കുന്നുണ്ട് ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് പേ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അലിക്കും ഫുഡും മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അലിക്ക് ആ ഒരു ഫോണും കോൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട്. അലി അങ്ങനെ ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ദൂരെ മാറി ഇരുന്നിട്ട് അലി ഫോൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അലി ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അലി ഒരു പാകിസ്ഥാനിയായിട്ടാണ് ഈ ഒരു വെബ് സീരീസിൽ. അലി അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ട് സോങ്ങുവിന്റെ കയ്യിൽ ആ ഒരു ഫോണും തിരിച്ചു കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സോങ്ങു ഒരു സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് സോങ്ങു അലിയോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ തിരിച്ചു പോകും, നിന്റെ കയ്യിൽ റാമിൻ മേടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലി പറയുന്നുണ്ട്, ഞാൻ നടന്നു പോവും എന്ന് പറയുന്നുണ്ട്. അത്രയും ദൂരത്തോ എന്ന് സോങ്ങു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് സോങ്ങു ഒരു 10,000 വോണ്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അലിക്ക്. അലി അതൊന്നും മേടിക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി ഞാനിത് എങ്ങനെ തിരിച്ചു തരാനാണ്, എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നും ഉണ്ടാവില്ല എന്ന് അലി പറയുന്നുണ്ട്. അപ്പോൾ സോങ്ങും പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഇത് തിരിച്ചു തരണമെന്ന്, നീ ഇത് കയ്യിൽ വെച്ചോ, എന്തായാലും ബസ്സിൽ പോകേണ്ടതല്ലേ, ബസ്സിൽ പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലി ആ ഒരു പൈസ മേടിക്കുന്നുണ്ട്. മാത്രമല്ല സോങ്ങിനോട് ഒരുപാട് താങ്ക്സും ഒക്കെ പറയുന്നുണ്ട്. അവിടുന്ന് കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ജീഹുനെയാണ്. ജീഹുൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യം നടക്കുന്നുണ്ട് എന്നൊക്കെ പോലീസുകാരോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പോലീസുകാർ ഇവനെന്തോ ഭ്രാന്താണെന്നുള്ള രീതിയിൽ ഇവനെ ഇങ്ങനെ സ്ട്രെയിഞ്ച് ആയിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബിസിനസ് കാർഡ്, അതായത് ആദ്യമേ കിട്ടിയ ഒരു കാർഡില്ലേ, അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോലീസുകാരനും ആ ഒരു നമ്പറിലോട്ട് വിളിച്ചു നോക്കുമ്പോൾ അതൊരു പെണ്ണുങ്ങളുടെ നമ്പറിലോട്ടായിരുന്നു ചെന്നത്. അങ്ങനെ പോലീസുകാരനും പതിയെ, നിങ്ങൾ സാധാരണ കളിക്കുന്ന ഒരു ഗെയിമില്ലേ, അതിൽ ഞാനും പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അവരും തിരിച്ച് നീ ഏതാണ് ഞരമ്പ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടെ ആയപ്പോൾ ആ ഒരു പോലീസുകാരനോ ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇവനെ എങ്ങനെയും പറഞ്ഞ് തള്ളി വെളിയിലോട്ട് കളയാനായിട്ട് നോക്കുന്നുണ്ട്. ഈ സമയത്താണ് ആ ഒരു പോലീസുകാരൻ, അതായത് ഒരു ഓഫീസർ, അയാൾ അകത്തോട്ട് വരുന്നത്. ഇയാൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ പോലീസുകാരൻ പറയുന്നുണ്ട്, എനിക്കൊന്ന് കള്ളു കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഇയാളെ ഫോഴ്സ് ചെയ്ത് ഏതോ ഒരു ഗെയിമിൽ പങ്കെടുപ്പിച്ചു, അതിനകത്ത് 200 പേരെ കൊന്നു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷെ തന്ന നമ്പറിൽ വിളിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെയും ഭീഷണിപ്പെടുത്തി ഇറങ്ങിയ സോങ്ങു നേരെ അവരുടെ വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അമ്മേനെ നോക്കുന്നുണ്ട്. പക്ഷെ അമ്മ അവിടെ എങ്ങും കാണുന്നില്ല. അമ്മയുടെ ഫോൺ നമ്പറിലോട്ട് വിളിച്ചിട്ടും അമ്മേനെ
അമ്മേനെ കിട്ടുന്നുമില്ല. ഇതിന്റെ ഇടയ്ക്ക് സോങ് ആ ഒരു നമ്പറിലോട്ട് വിളിച്ച് നോക്കുന്നുണ്ടായിരുന്നു, ആ ഗെയിമിന്റെ ആൾക്കാരുടെ നമ്പറിലോട്ട്. പക്ഷെ അത് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് സോങ്ങുവിനെയാണ്. സോങ്ങു അവന്റെ അമ്മയുടെ കടയും അമ്മേനെയൊക്കെ ദൂരത്ത് നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് തന്നെ ജീഹൂനും വരുന്നുണ്ടായിരുന്നു. ജീഹൂൻ സോങ്ങുവിനെ എടുത്തിട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജീഹൂൻ സോങ്ങുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഇത്ര കടം, നീ നല്ല പഠിപ്പിസ്റ്റ് അല്ലേ, നിനക്ക് ഇനിയും പണം ഉണ്ടാക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ സോങ്ങു പറയുന്നുണ്ട്, 6 ബില്യൺ വോണ്ടാണ് കടമായിട്ടുള്ളത്, എന്തായാലും എനിക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ജീഹൂനും പറയുന്നുണ്ട്, ഇല്ലടാ നിനക്ക് എങ്ങനെയല്ലോ അത് വീട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോൾ ജീഹൂൻ ഒരു കോള് വരുന്നുണ്ട്. ജീഹൂൻ വല്ലാതെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ജീഹൂൻ അവന്റെ അമ്മേനെ അഡ്മിറ്റ് ആക്കിയ ഒരു ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. ജീഹൂന്റെ അമ്മയ്ക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കാലിലൊരു മുറിവ് വന്നിട്ട് അത് ഓൾറെഡി പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ അവർ ഒരുപാട് വേദന തിന്നിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന് പറയുന്നുണ്ട്. ജീഹൂനും പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചൊന്ന് ഭേദമായപ്പോൾ അമ്മ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ജീഹൂനും പുറകിന് ഓടിച്ചെന്ന്, അമ്മ എന്തായി കാണിക്കുന്നത്, അമ്മ എങ്ങോട്ടായി പോന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്ക്, നമുക്ക് ഇൻഷുറൻസ് ഉള്ളതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ഓൾറെഡി ആ ഒരു കാശൊക്കെ എടുത്ത് ദൂതറിച്ച് കളഞ്ഞില്ലേ, ഇനി ഇൻഷുറൻസും ഇല്ല ഒന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, മാത്രമല്ല എനിക്ക് നിന്നോട് വഴക്കിടാൻ താല്പര്യവുമില്ല, എനിക്ക് ക്ഷീണമാണ്, ജീഹൂൻ എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് അമ്മ ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ജീഹൂനും വല്ലാതെ സങ്കടമായിട്ട്, നിങ്ങൾക്ക് എത്ര പണം വേണോ അത്രയും പണം ഞാൻ ഉണ്ടാക്കും, എന്തായാലും ഉണ്ടാക്കും അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു പോലീസ് ഓഫീസറിനെയാണ്. ആളുടെ ബ്രദറിനെ കാണുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ അവൻ പോകുന്ന സ്ഥലമൊക്കെ നോക്കിയിരുന്നു, പക്ഷെ അവനെ കാണാനില്ല, ഞാൻ എന്തായാലും ഒരു പോലീസ് ഓഫീസർ അല്ലേ അമ്മേ, ഞാൻ കണ്ടുപിടിക്കാം, എന്തായാലും അവൻ താമസിച്ച സ്ഥലത്തോട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ വോയിസ് മെയിൽ അയക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവന്റെ ബ്രദർ താമസിക്കുന്ന ആ ഒരു റെന്റൽ സ്ഥലത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓണർ പറയുന്നുണ്ട്, ഇതേപോലെ റെന്റ് കൊടുത്തിട്ട് കുറെ നാളായി, എന്തായാലും നിങ്ങൾ റെന്റ് തരുമല്ലോ അല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പോലീസ് ഓഫീസറും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇന്നൊന്ന് കയറി നോക്കട്ടെ, ഞാൻ റെന്റ് എന്തായാലും നാളെ അയച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസ് ഓഫീസറും ആളുടെ ബ്രദറിന്റെ റൂമൊക്കെ കയറി ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു റൂമൊക്കെ നല്ല നീറ്റായിട്ടാണ് മാനേജ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ തന്നെ ഒരു പെട്ടി പോലെ റിബൺ ഒക്കെ ഉള്ള ഒരു പെട്ടിക്കകത്ത് ഒരു കാർഡ് കാണുന്നുണ്ട്. ജീഹൂൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഈ ഒരു പോലീസ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നല്ലോ, ആളുടെ കയ്യിലിരുന്ന സെയിം കാർഡ് തന്നെ ബ്രദറിന്റെ റൂമിൽ നിന്ന് അയാൾക്ക് കിട്ടുന്നുണ്ട്. അയാളുടെ പേര് വോങ് എന്നാണ്, നമുക്കിനി പോലീസ് ഓഫീസർ വോങ് എന്ന് പറയാം. ഓഫീസർ വോങ് ഈ ഒരു റൂം ചെക്ക് ചെയ്തിട്ട് ഈ ഒരു കാർഡ് കിട്ടിയപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ജീഹൂനെയാണ് ഓർമ്മ വന്നത്. അവിടുന്ന് കട്ടായി നമ്മളെ കാണിക്കുന്നത് ആ ഒരു പോക്കറ്റടിക്കാരി പെണ്ണിനെയാണ്. അവൾക്കൊരു ചെറിയൊരു ബ്രദർ ഉണ്ട്, ആളിപ്പോ ഓർഫണേജിലാണ്. അപ്പോൾ ആ ഒരു ചെറുക്കനെ പോയി കാണുന്നുണ്ട്. ഇവര് നോർത്ത് കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് സൗത്ത് കൊറിയയിലോട്ട് വന്നവരാണ്. അപ്പോൾ ഈ ഒരു ചെറുക്കൻ ഇപ്പോൾ ഓർഫണേജിലാണ്. അവിടെയുള്ള കുട്ടികളെല്ലാം ഇവനെ ഉപദ്രവിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് നിന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ അവനോട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവൻ അവന്റെ ചേച്ചിയോട് പറയുന്നുണ്ട്. ചേച്ചിയും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ടായി പിന്നെ നമ്മളെ ഓഫീസർ വോങ്ങിനെയാണ് കാണിക്കുന്നത്. ഓഫീസർ വോങ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അന്ന് ജീഹൂൻ സംസാരിച്ച ആ ഒരു പോലീസുകാരനോട് ആ ഒരു ജീഹൂന്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനാ ആ ഒരു ഭ്രാന്തന്റെ നമ്പറും കാര്യങ്ങളും എന്ന് ചോദിക്കുന്നുണ്ട്. അയാളെ കണ്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള പോലെ തോന്നി, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓഫീസർ വോങ്ങും ജീഹുവിന്റെ അഡ്രസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് അലീനെയാണ്. അലി വർക്ക് ചെയ്ത സ്ഥലത്തോട്ട് ചെല്ലുന്നുണ്ട്. അവിടുത്തെ ഓണർ അലിക്ക് കുറെ 6 മാസത്തോളം ഉള്ള പൈസ സാലറി കൊടുക്കാനുണ്ടായിരുന്നു. അത് ചോദിച്ച് അവിടെ അയാളുമായിട്ട് വഴക്കാവുന്നുണ്ട് അലി. അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് പോലും അലിക്ക് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അലി വേറൊരു രാജ്യക്കാരനല്ലേ. അങ്ങനെ അവർ തമ്മിൽ ഉന്തും തള്ളും ആവുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ഒരു ഓണറുടെ കൈ ഒരു മെഷീനകത്ത് കുടുങ്ങുകയാണ്. അപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു പണം തെറിച്ച് വീഴുന്നുണ്ട്. ഈ ഒരു പണം എടുത്തുകൊണ്ട് അലി അവിടെ നിന്ന് ഓടുന്നുണ്ട്. വീണ്ടും കട്ടായി നമ്മളെ ആ ഒരു പോക്കറ്റടിക്കാരി പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവരുടെ അമ്മയും അച്ഛനും നോർത്തിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് അവള് ഒരു ലോയറിനെയും പിന്നെ കുറച്ച് ഏജൻസിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ജിഹുവിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ പൈസയും ബാക്കി പൈസ എല്ലാം കൂടെ കൂട്ടി ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോയറിനെ കാണാനായിട്ടാണ് അവള് ചെല്ലുന്നത്. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോയർ വീണ്ടും പറയുന്നുണ്ട്, ഇനി ഒരു 40 മില്യണോളം പൈസ ഇനിയും വേണം എന്നൊക്കെ ആ ഒരു ലോയർ ഇവളോട് സംസാരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന അവള് ചൂടുവെള്ളം എടുത്ത് അയാളുടെ മുഖത്ത് ഒഴിച്ചിട്ട് കത്തി വെക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിന്റെ പൈസയൊക്കെ എടുത്തുകൊണ്ട് അവര് ഇവിടുന്ന് ഓടിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട് അവളോട്. അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് സോങ്ങുവിന്റെ അമ്മേനെയാണ്. സോങ്ങുവിന്റെ അമ്മേനോട് സോങ്ങു ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ട്രിപ്പിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അമ്മയോട് സംസാരിക്കുന്നത്. അമ്മയും നല്ല സന്തോഷത്തോടെ അവനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സോങ്ങു ആ ഒരു കോള് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തന്നെ ഈ മേടിക്കാൻ വന്ന ഒരു പെണ്ണിനോട് അവന്റെ അമ്മയും അവനെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മകൻ ഇങ്ങനെയാണ്,
ഈ ഒരു ട്രിപ്പിന് പോയിട്ടുണ്ട്, USA പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീയും അവർക്ക് പരിചയമുള്ള ഗേൾസൊക്കെ ഉണ്ട്, കല്യാണം ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. എന്നിട്ട് സോങ്ങുവിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിച്ചിട്ട് സോങ്ങുവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു അമ്മയ്ക്ക്. അമ്മയും ആകെ തകർന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതായത് സോങ്ങു ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി, മാത്രമല്ല ഇല്ലീഗൽ ആയിട്ടുള്ള മണി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അവൻ നേരിട്ട് വന്ന് ഞങ്ങളുടെ അടുത്ത് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ഞങ്ങളെ അവോയ്ഡ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ കാര്യങ്ങൾ ഭയങ്കര വേഴ്സാകും എന്നൊക്കെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ സോങ്ങുവിനെയാണ് കാണിക്കുന്നത്. സോങ്ങു ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ ബാറ്റബിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്. പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒത്തിരി അഗ്രസീവായിട്ട് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അങ്ങനെ സോങ്ങു എണീറ്റ് അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട്, ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റിൽ നിന്ന് മറുപടി ഒന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് ഡോറിന്റെ താഴത്തുനിന്ന് ഒരു കാർഡ് വന്ന് വീഴുന്നുണ്ട്. അതായത് ആ ഒരു ഗെയിമിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. നേരത്തെ സോങ്ങുവിനെ പിക്ക് ചെയ്ത് എവിടെ നിന്നാണോ അവിടെ തന്നെ വന്ന് നിൽക്കാനായിട്ട് ഒരു ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കേട്ടേ പിന്നെ നമ്മൾ അലീനെയാണ് കാണിക്കുന്നത്. ആ ഒരു എടുത്ത കാശും കൊണ്ട് അലി അവന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഭാര്യയോട് പറയുന്നുണ്ട്, നീ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിൽ പോകണം, എനിക്ക് കുറച്ചും കൂടി ജോലിയുണ്ട് ഇവിടെ, അത് കഴിയുമ്പോൾ ഞാനും വന്നേക്കാം എന്നിങ്ങനെ അലി ഭാര്യയോട് പറയുന്നുണ്ട്. ഭാര്യയും വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവിടുന്ന് കെട്ടായി വീണ്ടും ജീഹൂനെയാണ് കാണിക്കുന്നത്. ജീഹൂൻ അവന്റെ കൂട്ടുകാരനോട് ഒരു 3 മില്യൺ വോൺ കടം മേടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ കയ്യിൽ അത്രയും എമൗണ്ട് ഒന്നും കാണത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരനും അവനോട് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരൻ്റെ ഭാര്യ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കൂട്ടുകാരനോട് കയറി പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ജീഹൂനും ഭയങ്കര വിഷമത്തെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാര്യ ജീഹൂനെ വഴക്ക് പറയുന്നുണ്ട്, ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ സ്മോക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ജീഹൂൻ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടയിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്ലെയർ നമ്പർ 1, അതായത് ആ ഒരു പ്രായമായ മനുഷ്യനില്ലേ, അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ജീഹൂനോട് സംസാരിക്കുന്നുണ്ട്. ഓ, നിങ്ങൾ പ്ലെയർ നമ്പർ 455 അല്ലേ, എനിക്കറിയാം, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുകയാണ്. ഓ, നിങ്ങൾ ഇവിടാണോ താമസം എന്നൊക്കെ ജീഹൂനും തിരിച്ചു ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കള്ളൊക്കെ കുടിക്കുന്നുണ്ട്, പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു അപ്പൂപ്പനും പറയുന്നത്, ഞാൻ തിരിച്ച് ആ ഒരു ഗെയിമിന് പോകാൻ ഡിസൈഡ് ചെയ്തു എന്ന്. അപ്പോൾ ജീഹൂനും വല്ലാതെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചോ എന്ന്. അപ്പോൾ ആ അപ്പൂപ്പൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ മരണത്തിന് വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും. ഓർമ്മയുണ്ടോ, ഫസ്റ്റ് ഗെയിമിൽ നിങ്ങളെയൊക്കെ മുന്നേ ഞാനാണ് എത്തിയത്. ഇനി എന്താണ് ഞാനൊരു ഗെയിം കളിച്ചാൽ ചിലപ്പോൾ ആ ഒരു മണി മുഴുവൻ എനിക്ക് കിട്ടിയാലോ, എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് ജീഹൂനോട് ആ ഒരു അപ്പൂപ്പൻ പറയാണ്. അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്ന ആ ഒരു റൗഡീനെയാണ്. അയാളുടെ ഒരു ശിങ്കിടിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അയാൾ ഏതൊക്കെയോ കാസിനോയിൽ കയറി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ കുറെ ആൾക്കാർ ഇയാളെ കൊല്ലാനായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അസിസ്റ്റന്റിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു അസിസ്റ്റന്റും അയാളെ ചതിക്കുമായിരുന്നു. ആ ഒരു അസിസ്റ്റന്റിനെയും കുത്തി കൊന്നിട്ട് അടുത്തുള്ള ഒരു റിവറിലോട്ട് ഇയാളെടുത്ത് ചാടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളെ ജീഹൂനെയാണ് കാണിക്കുന്നത്. ജീഹൂൻ അവന്റെ എക്സ് വൈഫിന്റെ അടുത്ത് വന്നിട്ട് 2 മില്യൺ വോൺ കടം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ് വൈഫും ആട്ടി വിടുന്നുണ്ട്. അപ്പോൾ ജീഹൂൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലാണ്, അമ്മയ്ക്ക് ഒരു സർജറി വേണം, അമ്മയ്ക്ക് ഡയബറ്റിക്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജീഹൂൻ ഭാര്യയുടെ അടുത്ത് ഒരുപാട് സോറിയൊക്കെ പറഞ്ഞ് എനിക്ക് എങ്ങനെയും പൈസ ഒപ്പിച്ച് താന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ ബ്രോക്കാണ്, എൻ്റെ ഭർത്താവിനോട് ചോദിക്കേണ്ടി വരും, പക്ഷെ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും, നിങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞ് എനിക്ക് പൈസ മേടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവും പിന്നെ ജീഹുന്റെ മകളും പിന്നെ അവരുടെ മകനുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ജീഹൂൻ. അപ്പോൾ അയാളും വന്നിട്ട് ഈ ഒരു ഭാര്യയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്, എന്തിനാണ് അവനെ ഇതിനകത്ത് കയറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട്, ഞാൻ വരപ്പോൾ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് അയാൾ നിൽപ്പുണ്ടായിരുന്നു, അങ്ങനെ അകത്ത് കയറിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ജീഹൂൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പുറത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ ആ മഴയത്തൂടെ അയാൾ നടന്നു പോകുമ്പോൾ പുറകിന് വന്ന വൈഫിന്റെ ഹസ്ബൻഡ് ജീഹുവിന് പൈസ വെച്ച് നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി മേലെ എൻ്റെ ഫാമിലിനെ കോണ്ടാക്ട് ചെയ്യല്ലേ, ഞങ്ങൾ US പോവാണ് എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ജീഹുൻ പെട്ടെന്ന് അവനെ അടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പൈസ എല്ലാം സോൾവ് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ ഉപദ്രവിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവൻ്റെ മകളും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ജീഹുൻ ഒരുപാട് വൈകി അവൻ്റെ വീട്ടിലോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ വോങ് അവനെ കാത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ
വോങ് അവനോട് സംസാരിക്കുന്നുണ്ട്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ വന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നോ, കുറെ ആൾക്കാർ കൂടിയിട്ട് നിങ്ങളെ കൊണ്ട് ഗെയിമൊക്കെ കളിപ്പിച്ചു, കുറെ പേരെ കൊന്നു എന്നൊക്കെ. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വന്നതാണെന്ന് ആ ഒരു പോലീസുകാരനും പറയുന്നുണ്ട്. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട് ഞാൻ അത് കള്ളു കുടിച്ചതിന്റെ പുറത്ത് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസുകാരനും പറയുന്നുണ്ട് എന്റെ ബ്രദറിനും സെയിം കാർഡ് കിട്ടി, എന്റെ ബ്രദറിനെ ഇപ്പൊ കാണാനില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ ജീഹുൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ ആർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരാളല്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെ അവിടെ നിർത്തിയിട്ട് ജീഹുൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ജീഹുന്റെ വാതിൽ തന്നെ വേറൊരു കാർഡും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ സെയിം കണ്ടന്റ് തന്നെ ആയിരിക്കുമല്ലോ അതിനകത്ത്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ജീഹുൻ നേരത്തെ നിന്ന് അതേ സ്ട്രീറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു കാറ് വരുന്നുണ്ട്. ജീഹുൻ മാത്രമല്ല സോങ്കു, അലി, പിന്നെ ആ ഒരു പോക്കറ്റ് അടിക്കുന്ന പെൺകുട്ടി എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു കാറിൽ കയറി ആ ഒരു ഗ്യാസും തുറന്നു വിട്ട് അവരെല്ലാം മയക്കി അവിടെ നിന്ന് കടത്തുകയാണ്. കൂടാതെ നമ്മുടെ ജീഹുനെ പിന്തുടർന്ന് തന്നെ വോങ്, അതായത് ഇൻസ്പെക്ടർ വോങ്ങും ആ ഒരു കാറിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പോക്കറ്റടിക്കാരി പെണ്ണ് ബോധം കെട്ട പോലെ അഭിനയിച്ച് കിടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവൾ കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട്. അവിടുന്ന് എപ്പിസോഡ് നമ്പർ 2 ഇവിടെ തീരുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.